ഇടുക്കി മൂന്നാറിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. മാട്ടുപ്പെട്ടി ഡാമിന് സമീപമാണ് കടുവയെ കണ്ടത്. കടുവയുടെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ആരാണ് ആദ്യം ഈ കടുവയെ കണ്ടത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്രയിൽ മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്ററിൽ നിന്ന് DTPC ബോട്ട് ജീവനക്കാരൻ ജയഗണേഷ് ഓടിച്ച ബോട്ടിൽ ചെന്നൈ സ്വദേശികളുണ്ടായിരുന്നു. ഇവർ ഈ ബോട്ടിംഗ് പോയപ്പോഴായിരുന്നു ഈ ചെന്നൈ സ്വദേശികൾ പെട്ടെന്ന് ഈ കടുവയെ കാണാനിടയായത്. തുടർന്ന് ഈ ചെന്നൈ സ്വദേശികൾ തന്നെയാണ് ഈ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ ഡാമിന് അരികോർച്ചാണ് ഈ കടുവയെ ഇവർ കണ്ടത്. പെട്ടെന്ന് ഡ്രൈവർ ഈ കടുവയെ കണ്ടത് വലിയ രീതിയിൽ ഈ സന്ദർശകർ കൂടിയിരുന്ന ചെന്നൈ സ്വദേശികൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഏതായാലും ഈ കടുവയുടെ സാന്നിധ്യം വർദ്ധിച്ചു എന്ന് വേണം പറയാൻ. നിരവധി തോട്ടമേഖലയിൽ അടക്കം നിരവധി സ്ഥലങ്ങളിൽ ഈ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം ഏറുകയാണ്. കാരണം കഴിഞ്ഞ ഒരു 3 വർഷത്തിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 200-ലധികം കന്നുകാലികളാണ് തോട്ടം തൊഴിലാളികൾക്ക് നഷ്ടമായിരിക്കുന്നത് ഈ കടുവയുടെ ആക്രമണത്തിൽ. അതുകൊണ്ട് നിരവധി പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ സമരങ്ങൾ രൂപപ്പെട്ടിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിൽ വനവകുപ്പ് ഈ കൂട് വെച്ച് പല സ്ഥലങ്ങളിൽ നിയമക്കാരടക്കമുള്ള സ്ഥലങ്ങൾ കൂട് വെച്ച് സ്ഥാപിച്ച് കടുവയെ പിടികൂടിയ സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ കടുവയുടെയും പുലിയുടെ സാന്നിധ്യം പകൽ സമയങ്ങളിൽ പോലും ഇത്തരത്തിൽ ഈ കടുവയുടെയും പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഈ മാട്ടുപ്പെട്ടി അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിരവധി സഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് മാട്ടുപ്പെട്ടി. എക്കോ പോയിന്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിരവധി സഞ്ചാരികൾ എത്തുന്ന പ്രദേശം കൂടിയാണ്. ഈ പ്രദേശത്താണ് ഇന്ന് 2 മണിക്ക് ശേഷം ഇത്തരത്തിൽ ഈ കടുവയെ കണ്ടെത്തിയത്. ഈ കടുവയെ കണ്ടെത്തിയതോടെ സത്യമായ നിലവിൽ ഇവിടെയുള്ള പ്രദേശവാസികൾ വലിയ ആശങ്കയിൽ തന്നെയാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഈ പകൽ സമയങ്ങളിൽ ഇറങ്ങുന്ന കടുവ ആക്രമണത്തിന് മുതിരുകയോ അല്ലെങ്കിൽ ഈ വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയോ തുടർന്നുള്ള സംഭവവിശേഷങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കടുവയും പുലിയും മാത്രമല്ല, കാട്ടുപോത്ത് അതോടൊപ്പം തന്നെ ആനയും അടക്കം ഈ തോട്ടമേഖലയിൽ ഇറങ്ങുന്നു, വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കുന്നു, തോട്ടം മേഖലയിലെ വീടുകൾ നശിപ്പിക്കുന്നു, വഴിയോര കടകൾ നശിപ്പിക്കുന്നു. കടുവയെ കണ്ട ബോട്ട് ഡ്രൈവർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയഗണേഷ്, എവിടെ വെച്ചായിരുന്നു, എപ്പോഴായിരുന്നു ഇങ്ങനൊരു കടുവയെ കാണാനുണ്ടായ സാഹചര്യം? ഹലോ, പറഞ്ഞോളൂ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആദ്യത്തെ ട്രിപ്പാണ് ഇത് കണ്ടത്. ഒരു കൃത്യം 2:05 ആയിരിക്കും സമയം. ഇവിടെ ഇത്തരത്തിൽ പുലിയും കടുവയൊക്കെ ഉണ്ടാകാറുണ്ടോ? ഇന്നാണ് ആദ്യം കാണുന്നത് ഞങ്ങള്. വനവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ വന്യജീവി ആക്രമണമൊക്കെ നേരിടുന്ന ഒരു പ്രദേശമാണോ അവിടെ? വന്യജീവികൾ കുറെ വരാറുണ്ട്, പക്ഷെ പൊതുവായിട്ട് എപ്പോഴും നമ്മൾ വിളിച്ച് പറയാറുണ്ട്. പിന്നെ ഇന്ന് പുതിയതായിട്ട് ഇത് കണ്ടതാ ഞാൻ. താങ്കൾ മാത്രമായിരുന്നോ ബോട്ടിൽ ഉണ്ടായിരുന്നത്? എത്ര പേരായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നത്? ബോട്ടില് അവിടെ സഞ്ചാരികൾ 5 പേരുണ്ടായിരുന്നു, കുട്ടിയിലടക്കം. നന്ദി ശ്രീ ജയഗണേഷ്. ബിനീഷ് ആന്റണി ചെയ്യുന്നുണ്ട്. ബിനീഷ്, ഇടുക്കി മൂന്നാറിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. മാട്ടുപ്പെട്ടി ഡാമിന് സമീപമാണ് കടുവയെ കണ്ടിട്ടുള്ളത്. പകൽ സമയത്താണ്. വനംവകുപ്പ് അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? തീർച്ചയായിട്ടും ഈ കടുവയുടെ ഒരു സാന്നിധ്യം ഉണ്ടായതോടെ ഈ മേഖലയിലെ ആളുകൾ ആശങ്കയിലാണെന്ന് പറയാം. കാരണം ഇതൊരു ടൂറിസം മേഖല കൂടിയാണ്, നിരവധി സഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വലിയ രീതിയിലുള്ള ആശങ്ക തന്നെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ വനംവകുപ്പ് ഈ കാര്യം അറിഞ്ഞു എന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം നിരവധി തവണ ഈ കടുവയുടെയും പുലിയുടെ സാന്നിധ്യം തോട്ടമേഖലയിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഇവർ വിവരം അറിയിക്കുന്നുണ്ട്. എന്നാൽ വനംവകുപ്പ് സ്ഥലത്തെത്തി ഇവിടെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ജസ്റ്റ് പരിശോധന മാത്രം നടത്തി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. കാരണം പലപ്പോഴും ഈ ഇവിടെ കൂട് സ്ഥാപിക്കണം അല്ലെങ്കിൽ ഈ കടുവയെല്ലാം അവിടുന്ന് പിടികൂടി വനത്തിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിരവധി തവണ ഇത്തരത്തിൽ ഒരു ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചാൽ തന്നെയും അത് വനവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ഗുരുതര ആരോപണങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ, കോൺഗ്രസ് അതോടൊപ്പം തന്നെ LDF അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ LDF അടക്കമുള്ള നേതാക്കൾ ഈ സമരമുഖമായി ഈ രംഗത്തെത്തും. വൈൽഡ് ലൈഫ് ഓഫീസിന് മുമ്പിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുക. എന്നാൽ ആ പ്രതിഷേധം അതുകൊണ്ട് തന്നെ തീരുകയാണ്. കാരണം പിന്നീട്
ഈ വനവകുപ്പ് ഇതിനുള്ളൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മേഖലയിലെ ആളുകൾ ഈ തോട്ടമേഖല അനുസരിച്ച് ഇടുക്കി മൂന്നാറിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. മാട്ടുപ്പെട്ടി ഡാമിന് സമീപമാണ് കടുവയെ കണ്ടത്. കടുവയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിൽ സംരക്ഷണം ചെയ്തത്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം.